നമസ്കാരം. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഏതൊക്കെ നേതാക്കളായിരിക്കും കളത്തിലിറങ്ങുക എന്നുള്ള സജീവ ചർച്ചകളിലേക്ക് കടന്നിരിക്കുകയാണ് രാഷ്ട്രീയ കേരളം. നമുക്കറിയാം, UDF-ൽ ഇപ്പോൾ ഏറ്റവും അധികം ഉയർന്നു കേൾക്കുന്ന പേര് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെത് തന്നെയാണ്. രാഹുൽ ആയിരിക്കും പാലക്കാട് മത്സരിക്കുക എന്നുള്ള അഭ്യൂഹങ്ങൾ വളരെ ശക്തമാണ്. ഇതിന്റെ ചില സൂചനകൾ ഷാഫി പറമ്പിൽ തന്നെ നൽകിയിരുന്നു. ഒരു യുവ നേതാവ് തന്നെ പാലക്കാട് വരും എന്നുള്ള സൂചനകളായിരുന്നു അദ്ദേഹം നൽകിയത്. മാത്രമല്ല, യൂത്ത് കോൺഗ്രസ് നേതാവായ രാഹുൽ മാങ്കൂട്ടത്തിൽ എല്ലാവർക്കും സ്വീകാര്യനുമാണ്. എല്ലാ ഗ്രൂപ്പുകൾക്കും സർവ്വസ്വീകാര്യനായതുകൊണ്ട് തന്നെ രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വം ഏകദേശം ഉറപ്പിക്കാം എന്ന മട്ടിലേക്കും കാര്യങ്ങൾ കടന്നിട്ടുണ്ട്. മറ്റെന്തെങ്കിലും ഒരു സർപ്രൈസ് UDF കരുതി വെച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ വരും ദിവസങ്ങളിൽ മാത്രമേ തീരുമാനമാവുകയുള്ളൂ. അതിനോടൊപ്പം തന്നെ BJPക്ക് വലിയ വിജയ പ്രതീക്ഷകളുള്ള ഒരു തെരഞ്ഞെടുപ്പായിരിക്കും ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ്. കാരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മെട്രോമാൻ E. ശ്രീധരനെ വളരെ ചുരുക്കം വോട്ടുകൾക്ക് മാത്രമാണ് ഷാഫി പറമ്പിൽ പരാജയപ്പെടുത്തിയത്. ഷാഫിയെ പോലെയുള്ള ഒരു ജനകീയ നേതാവ് വന്നിട്ട് പോലും അവിടെ കോൺഗ്രസിന് ഒരു 10,000 വോട്ടുകളുടെ ഭൂരിപക്ഷം കടക്കാൻ സാധിച്ചില്ല എന്നുള്ളത് വ്യക്തമാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അങ്ങനെ തന്നെയായിരുന്നു. 10,000 വോട്ടുകൾക്ക് മേലെ പോകാൻ UDF-ന് സാധിച്ചിരുന്നില്ല. ഇക്കുറി പാലക്കാട് BJPക്ക് വേണ്ടി ആര് പട നയിക്കും എന്ന ചോദ്യത്തിന് ആദ്യം വന്ന ഉത്തരം ശോഭാ സുരേന്ദ്രൻ എന്ന് തന്നെയായിരുന്നു. പല BJP ഗ്രൂപ്പുകളിലടക്കം ശോഭാ സുരേന്ദ്രന്റെ പേര് സജീവമായി തന്നെ ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷേ അതേ സമയം തന്നെ കോൺഗ്രസ് വിട്ട് BJPയിലേക്ക് എത്തിയ പത്മജ വേണുഗോപാലിന്റെ പേരും ഇപ്പോൾ പാലക്കാട് ഉയർന്നു കേൾക്കുന്നുണ്ട്. പത്മജ BJPയിലേക്ക് ചേക്കേറിയപ്പോൾ ഏറ്റവും കടുത്ത വിമർശനം ഉന്നയിച്ച ഒരു രാഷ്ട്രീയ നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിലാണ്. പൊളിറ്റിക്കലി തന്തയ്ക്ക് പിറക്കാത്ത മകളായി പത്മജ അറിയപ്പെടും എന്നതായിരുന്നു രാഹുലിന്റെ വിവാദ പരാമർശം. ഇത് പിന്നീട് കോൺഗ്രസിനുള്ളിൽ തന്നെ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. രാഹുലിന്റെ ഭാഷയിൽ അഹങ്കാരത്തിന്റെ സ്വരമുണ്ട് എന്നും ഒരു സ്ത്രീയെ മോശം രീതിയിൽ അധിക്ഷേപിച്ചത് ശരിയായില്ല എന്നുമായിരുന്നു പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ പറഞ്ഞത്. ഈ സാഹചര്യത്തിൽ പാലക്കാട് പത്മജയും രാഹുലും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടൽ വരികയാണ് എങ്കിൽ തീർച്ചയായും പത്മജയ്ക്ക് മേൽക്കൈ നേടാൻ സാധിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അതേസമയം മത്സരിച്ച ഇടങ്ങളിലെല്ലാം വോട്ട് വിഹിതം ഉയർത്തിയ ശോഭാ സുരേന്ദ്രന്റെ പേരും പാലക്കാട് പറഞ്ഞു കേൾക്കുന്നുണ്ട്. നിലവിൽ എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പത്മജ വരികയാണ് എങ്കിൽ അതൊരു വലിയ രാഷ്ട്രീയ പോര് തന്നെയായിരിക്കും. പത്മജ BJPയിലേക്ക് എത്തിയ സമയത്ത് അവരെ നിശിതമായി വിമർശിച്ച് രംഗത്തുണ്ടായിരുന്ന നേതാവ് രാഹുലായിരുന്നു. അതുകൊണ്ട് തന്നെ പാലക്കാട് കളമൊരുങ്ങാൻ പോകുന്നത് പത്മജ വേഴ്സസ് രാഹുൽ എന്നുള്ള ഒരു പോരിനായിരിക്കുമോ എന്ന കാത്തിരിപ്പിലാണ് രാഷ്ട്രീയ കേരളം. ന്യൂസ് ഡെസ്ക് മലയാളം.